കാറിൽ ഇടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറോട് നഗരമധ്യത്തിൽ വെച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് മുൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ്. ബംഗളൂരു ബസന്ത് നഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. രാഹുൽ ദ്രാവിഡ് ഇതുവരെ പോലീസിലൊന്നും പരാതി കൊടുത്തിട്ടില്ല. ആ ദൃശ്യം ഒന്ന് കാണിച്ചു തരാം. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ ഒന്നും വ്യാജമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യാജന്മാരുടെ കാലമാണ്, എന്തും അവർ പ്രസിദ്ധരെ കുറിച്ച് അയച്ചു കളയും. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ വ്യാജമല്ല. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ബംഗളൂരു വസന്ത് നഗറിലെ ഒരു റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. രാഹുൽ ദ്രാവിഡിൻ്റെ കാറും അതോടൊപ്പം തന്നെ മറ്റൊരു ഗുഡ്സ് ഓട്ടോറിക്ഷയും തമ്മിൽ അതായത് ദ്രാവിഡ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഗുഡ്സ് ഓട്ടോറിക്ഷ തൻ്റെ കാറിൻ്റെ മുൻഭാഗത്ത് വന്ന് ഇടിച്ചു എന്ന രീതിയിലാണ് കന്നഡയിൽ രാഹുൽ ദ്രാവിഡ് പറയുന്നത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ നമുക്കിപ്പോഴൊരു വ്യക്തതയില്ല. അതിനുശേഷം ഈ 2 വാഹനങ്ങളും ഈ നഗരമധ്യത്തിൽ ആ റോഡിൽ തന്നെ നിർത്തി അവർ 2 പേരും ഇറങ്ങി. ഓട്ടോ ഡ്രൈവറും അതോടൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡും ആ റോഡിലേക്ക് ഇറങ്ങി. പിന്നീട് അവർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അതായത് രാഹുൽ ദ്രാവിഡിൻ്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന മറുവാദം ഓട്ടോ ഡ്രൈവറും ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ സാധിക്കും. ദ്രാവിഡാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് ആൾക്കാർ ഒത്തുകൂടുകയും അവരിൽ ചിലർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ 2 ആളുടെ ഭാഗത്തുനിന്നും പരാതിയൊന്നും നൽകിയിട്ടില്ല. പോലീസിൽ അത്തരത്തിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രാഹുൽ ദ്രാവിഡ് ഈ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ ഈ വണ്ടി നമ്പറും വാങ്ങി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് മടങ്ങി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുകയാണ്.